മീഡിയസിലേക്ക് സ്വാഗതം. എബ്രഹാം ഓസ്ലറിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് കടന്നു ചെല്ലാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ 11-ാം ദിവസമാണ് എബ്രഹാം ഓസ്ലർ ഇറങ്ങിയിട്ട്. ഞായറാഴ്ചയാണ്, ഒരു സൂപ്പർ സൺഡേ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ കിട്ടിയ ട്രാക്ഡ് റിപ്പോർട്ടുകൾ വരുമ്പോൾ സിനിമ 1 കോടിയോളമാണ് ട്രാക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 99 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് വന്നിരിക്കുന്നത്. അതായത് സിനിമ ഇന്ന് 1.25 കോടി 2 കോടിക്ക് അടുത്തായിരിക്കും കേരള കളക്ഷൻ വരുന്നത്. ഇതിനോടകം തന്നെ സിനിമ ഒരു സൂപ്പർ മെഗാ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ജയറാമിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സക്സസ് ആയി മാറുന്നു. സിനിമ 45 കോടി കഴിഞ്ഞിരിക്കുന്നു വേൾഡ് വൈഡ് കളക്ഷൻ. 50 കോടി ടച്ച് ചെയ്യുമോ ഇന്നുകൊണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് അവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും കേരള കളക്ഷനിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ ട്രാക്ഡ് കളക്ഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നു. ഫൈനൽ വന്നത് 80 ലക്ഷത്തോളം രൂപ, അതായത് 1.5 കോടിക്ക് അടുത്താണ് സിനിമയ്ക്ക് ഇന്നലെ വന്നിരുന്നത്. തുടർച്ചയായ ഒട്ടുമിക്ക ദിനങ്ങളിലും സിനിമ 1.5 കോടിക്ക് മുകളിലാണ്. വർക്കിംഗ് ഡേയ്സിൽ സിനിമ 1 കോടി 1.25 കോടി ആ റേഞ്ചിൽ, 90-നും 1.25 കോടിക്കും ഇടയിലാണ്. 11 ദിവസം കൊണ്ട് തന്നെ ട്രാക്കേഴ്സ് 14 കോടി ഈ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ കേരള കളക്ഷൻ മാത്രമായിട്ട് നമ്മൾ 4 ദിവസം കൊണ്ട് നമ്മൾ കണ്ടതാണ് സിനിമ റെക്കോർഡ് തൂക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 4 ദിവസം കൊണ്ട് 25 കോടി തൂക്കിയ സിനിമ 11 ദിവസങ്ങൾ കഴിയുമ്പോൾ 45 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് പറയാം. കനത്ത ഡീഗ്രേഡിങ്ങും കനത്ത രീതിയിലുള്ള വെല്ലുവിളികളുമാണ് സിനിമയ്ക്ക് വന്നത്. സിനിമയുടെ തിയേറ്ററിലെ പ്രദർശനത്തിനോ കാര്യങ്ങൾക്കോ അല്ല, കളക്ഷൻ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് പേര് അത് താഴ്ത്തി കെട്ടുന്ന ഒരു കാര്യം. വേറെ ചില സിനിമകൾക്ക് 30 ഉള്ളപ്പോൾ 50-ഉം 50 പോലും എത്താതെ വന്നപ്പോൾ 100-ഉം പറഞ്ഞ ആരാധക വൃന്ദം ഇന്ന് പാവം ജയറാമിൻ്റെ സിനിമയെ തള്ളാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അവരെത്രത്തോളം തള്ളി താഴെയിടാൻ ശ്രമിച്ചാലും സിനിമ 50 കോടി കളക്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഞായറാഴ്ച ജനങ്ങൾ നൽകുന്ന സപ്പോർട്ട് അത് തന്നെയാണ്. ഇന്ന് ട്രാക്കേഴ്സ് മാത്രമായിട്ട് പറയുന്നു 1 കോടി സിനിമയ്ക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ സിനിമ മൊത്തത്തിൽ 2 കോടിക്ക് അടുത്തുള്ള കളക്ഷൻ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഗംഭീര വിജയമായിട്ട് തന്നെയാണ് ഓസ്ലർ പോകുന്നത്. വരുന്ന ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് സിനിമ തീർച്ചയായും 55-60 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.